Spectroscopy. So this is our second module. Spectroscopic techniques and applications. നിങ്ങൾ സ്പെക്ട്രോസ്കോപ്പിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഒരു ടേം കേട്ടിട്ടുണ്ടോ? യെസ്, നിങ്ങൾക്ക് ഫെമിലർ ആയിട്ടുള്ള ഒരു ഫിഗർ ആണ് ഇതല്ലേ? വാട്ട് ഈസ് ദിസ്? എന്താണ് ഫിഗറിലുള്ളത്? യെസ്, ഗ്ലാസ് പ്രസ് ആണ്. Then what about this light? This light. You can see here there is an incident ray. Yes, nice ray, white light. There is an incident ray. That is white light. And it is incident on a glass prism. And you can see different colors in that emerging ray. There are different colors in the emerging ray. ആ ഫിനോമിനൽ പറയുന്ന പേരെന്തായിരുന്നു? വൈറ്റ് ലൈറ്റിനെ അതിന്റെ കമ്പോണന്റ് കളേഴ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന refraction is happening here. റേയുടെ പാത്തിനുള്ള ഡീവിയേഷൻ ആണ് റിഫ്രാക്ഷൻ. When there are two media of different density or different refracting index, there will be a deviation in the path of light. You can see here this is air medium and this medium is glass. And we know there is difference in the refractive index. Yes. And this white light, it bends at this surface. It bends at this surface. That phenomenon is known as refraction. Yes, it is dispersion. Yes, Nesri. It is dispersion. Dispersion of light. So you are familiar with Vibgir. You are familiar with Vibgir, right? ഇത് നമ്മുടെ ചെറിയ ക്ലാസ്സിലെ എക്സ്പെരിമെന്റ് ഒക്കെ അല്ലേ? ലാബിലൊക്കെ ചെയ്യുന്ന എക്സ്പെരിമെന്റ് ഒക്കെ അല്ലേ? പിന്നെ ഡെയിലി ലൈഫിൽ നിങ്ങൾ വിബ്ജിയർ കണ്ടിട്ടുണ്ടാവും. എന്താണ് വിബ്ജിയറും സ്പെക്ട്രോസ്കോപ്പിയും തമ്മിലുള്ള റിലേഷൻ? എന്തായിരിക്കും വിബ്ജിയറും സ്പെക്ട്രവും തമ്മിലുള്ള റിലേഷൻ? വിബ്ജിയർ ഒരു സ്പെക്ട്രാണോ? വിബ്ജിയർ എന്നുള്ളത് ഒരു സ്പെക്ട്രം ആണോ? Yes or no? Guess.
Yes, Nasri. Sarika. Yes, it is a spectrum. It is a spectrum of colors. You can see here there are different colors. There are 7 kinds of colors corresponding to respective wavelength. അല്ലെ റെഡ് ലൈറ്റിന്റെ വേവ് ലെങ്ത് അല്ല വയലറ്റ് ലൈറ്റിനുള്ളത്, അല്ലെങ്കിൽ റെഡിന്റെ വേവ് ലെങ്ത് അല്ല ഓറഞ്ച് ലൈറ്റിനുള്ളത്. വേവ് ലെങ്ത്തിന്റെ ഡിഫറൻസ് they are arranged in an order. These colors are arranged in an order based on the wavelength. And this arrangement is known as spectrum. അതാണ് നമുക്ക് അറിയാവുന്ന, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നത് വെച്ച് എന്താണ് സ്പെക്ട്രം എന്ന് പറയാൻ കഴിയുന്നത് അല്ലെ. ഡിഫറെന്റ് കളേഴ്സിനെ വേവ് ലെങ്ത്തിന്റെ ഓർഡറിൽ, ഇവിടെ ഇപ്പൊ വേവ് ലെങ്ത് റെഡിനാണ് കൂടുതൽ, വയലറ്റിനാണ് ഏറ്റവും കുറവ്. ആ ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ വിബ്ജിയർ സ്പെക്ട്രം. ഈ വിബ്ജിയർ മാത്രമേ സ്പെക്ട്രം ഉണ്ടാക്കുള്ളൂ, വിബ്ജിയറിന്റെ സ്പെക്ട്രം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും സ്പെക്ട്രം അറിയോ? +1 +2 ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവുന്ന ഒരു സ്പെക്ട്രം ഉണ്ടല്ലോ. ഈ വിബ്ജിയർ അതിലെ ഒരു പോർഷൻ മാത്രമാണ്. +1 +2 പഠിച്ചിരിക്കുന്ന സ്പെക്ട്രത്തിലെ ഒരു പോർഷനാണ് ഈ വിബ്ജിയർ. ഏതായിരുന്നത്? യെസ്, യെസ് ദിയ. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം. എന്താണ് ഈ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം? ഇനി ഏതൊക്കെയാണ് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ്, എന്താണ് അതിന്റെ ആപ്ലിക്കേഷൻസ്, അതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. സോ സ്പെക്ട്രം എന്താണ് എന്നതിന്റെ ഒരു കുഞ്ഞു ഐഡിയ, ഒരു ബേസിക് ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. വേവ് ലെങ്ത് ആണ് അതിനനുസരിച്ച് ഓർഡർ ചെയ്യുന്ന ഒരു അറേഞ്ച്മെന്റ്. അത്രയും ബേസിക് ഐഡിയ ഉണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. ഇനി അതൊക്കെ വെച്ച് എന്താണ് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ്, ഏതൊക്കെയാണ് ആ ടെക്നിക്സ്, അതിന്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെയാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത്. Yes, what is spectroscopy? What is spectroscopy? It deals with the study of interaction of electromagnetic radiation with matter. Spectroscopy, it is a branch of science which deals with the study of interaction of electromagnetic radiation. That means it is a form of energy. Electromagnetic radiation, it is a form of energy and it interacts with matter. The study is known as spectroscopy. നമ്മൾ എപ്പോഴാണ് ഒരു ഒബ്ജക്റ്റിനെ കാണുന്നത്? ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ എപ്പോഴാണ് കാണുന്നത്? നിങ്ങൾ ആൻസർ ടൈപ്പ് ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്രസൻസ് ഓഫ് ലൈറ്റ്. യെസ്. ഓക്കെ, ഞാൻ ചോദിച്ചത് ആ ലൈറ്റ് നമ്മുടെ കണ്ണിൽ തട്ടുമ്പോഴാണോ അതോ ഒബ്ജക്റ്റിൽ തട്ടി അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിൽ എത്തുമ്പോഴാണോ? അതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. ലൈറ്റിന്റെ പ്രസൻസിലാണ്. ഓക്കെ ഓക്കെ ദിയ, റിഫ്ലക്ട് ചെയ്യുമ്പോഴാണ് അല്ലേ? There will be interaction between light, that is radiation, and that object. അല്ലെ? ഏതൊരു വസ്തുവിനെ നിങ്ങൾ കാണുന്നതിന് മുമ്പും ആ ഒരു വസ്തുവിന് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ നമ്മൾ കാണുന്നതായതുകൊണ്ട് വിസിബിൾ ആയിരിക്കും.
ആണ് അവിടുത്തെ റേഡിയേഷൻ. ആ വിസിബിൾ ലൈറ്റും ആ ഒരു ഒബ്ജക്റ്റും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ നടക്കുന്നു. അങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനും ഒബ്ജക്റ്റും അല്ലെങ്കിൽ മാറ്ററും തമ്മിലുള്ള ഇന്ററാക്ഷനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് സ്പെക്ട്രോസ്കോപ്പി. എന്താണ് ഈ സ്പെക്ട്രോസ്കോപ്പിയുടെ ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് സ്പെക്ട്രോസ്കോപ്പി നമ്മൾ യൂസ് ചെയ്യുന്നത്? It is used as a tool for studying atomic and molecular structure. We can study atomic structure as well as molecular structure. Then, therefore, we can use it for structural analysis of substances. ആദ്യം ഒരു കോമ്പൗണ്ട് തന്നാൽ, അല്ലെങ്കിൽ ഒരു നോവലായിട്ടുള്ള ഒരു പുതിയൊരു കോമ്പൗണ്ടിനെ കണ്ടുപിടിച്ചാൽ അതിൽ ഏതൊക്കെ ആറ്റംസ് ആണ് ഉള്ളത്, അത് ഏതൊക്കെ മോളിക്യൂൾസ് കൊണ്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഏതൊരു സബ്സ്റ്റൻസിലെയും സ്ട്രക്ചറൽ അനാലിസിസ് ആണെങ്കിലും അതിലുള്ള ആറ്റം ഏതാണെന്നോ മോളിക്യൂൾ ഏതാണെന്നോ സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ച് നമുക്ക് സ്റ്റഡി ചെയ്യാൻ കഴിയും. Different regions of electromagnetic spectrum provide different kinds of information. Electromagnetic spectrum, there are different regions. Can you name that regions? ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഡിഫറെന്റ് റീജിയൻസ് അത് ഏതൊക്കെയാണ്? നിങ്ങൾക്ക് അറിയാവുന്ന റീജിയൻസ് ഏതൊക്കെയാണ്? ഓർഡറിൽ വേണമെന്നില്ല, പറഞ്ഞാൽ മതി. ഓക്കെ, വിസിബിൾ, അൾട്രാവയലറ്റ്, UV, ഇൻഫ്രാറെഡ്, radio waves. Okay, radio waves, gamma rays, essentially microwaves. Yeah, കഴിഞ്ഞോ? X-ray. Okay. Okay. So, നിങ്ങൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഡിഫറെന്റ് റീജിയൻസിനെ കുറിച്ചാണ് പറഞ്ഞത് അല്ലേ? ഡിഫറെന്റ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ കുറിച്ചാണ് നിങ്ങൾ ഈ പേരൊക്കെ പറഞ്ഞത്. ഇനി ഈ ഓരോ റേഡിയേഷനും യൂസ് ചെയ്താൽ നമുക്ക് ഓരോ ഇൻഫർമേഷൻ ആണ് കിട്ടുന്നത്. ഒരു മോളിക്യൂളിന്റെ അല്ലെങ്കിൽ ഒരു ആറ്റത്തിന്റെ ഡിഫറെന്റ് ഇൻഫർമേഷൻ ആണ് ഈ ഡിഫറെന്റ് റേഡിയേഷൻസ് യൂസ് ചെയ്തിട്ട് കിട്ടുന്നത്. നമ്മൾ പറഞ്ഞു spectroscopy means it is the interaction between electromagnetic radiation and matter. And these interactions can be of two types. Interaction between radiation and matter can be of two types. They are known as absorption spectrum and emission spectrum. As the name indicates, എന്താണോ ക്ലാസിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന നെയിമിംഗ് അത് തന്നെയാണ് അവിടെ നടക്കുന്ന പ്രോസസ്. നിങ്ങൾക്ക് അറിയാവുന്നതാണ് അബ്സോർപ്ഷനും എമിഷനും. Absorption spectrum is the spectrum obtained when molecule undergoes a transition from lower energy level to a higher energy level by
absorption of energy. നമുക്കറിയാം ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് പോകണമെങ്കിൽ ഒരു ഇലക്ട്രോണിന് ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് പോകണമെങ്കിൽ എനർജി റിക്വയർഡ് ആണ്. ആ എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ നിന്നാണ് അബ്സോർബ് ചെയ്യുന്നത്. അങ്ങനെ അബ്സോർപ്ഷനിലൂടെ ആ ഇലക്ട്രോൺ ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് എക്സൈറ്റ് ചെയ്യുന്നു. അതിന്റെ റിസൾട്ട് ആയിട്ട് കിട്ടുന്ന സ്പെക്ട്രമാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. This is the spectrum obtained when molecule undergoes a transition from lower energy level to a higher energy level by absorption of energy. This is our ground state and this is our excited state. When this electron absorbs HU energy, it gets excited. There will be a transition from ground state to the excited state. And this spectrum is known as absorption spectrum. Then what about emission spectrum? It is the spectrum obtained when molecule undergoes a transition from higher energy level to a lower energy level by emission of energy. By emission of energy. Here, the molecule undergoes transition from higher energy level to a lower energy level. Excited state in the ground state level. That means higher energy level in the lower energy level later or electron travel ചെയ്യുമ്പോൾ suddenly അവിടെ energy emission ഉണ്ടാവും. ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് ഇലക്ട്രോൺ ട്രാവൽ ചെയ്യുമ്പോൾ അവിടെ എമിഷൻ ഓഫ് എനർജി ഉണ്ടാവും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ എമിഷൻ ഓഫ് എനർജിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെക്ട്രമാണ് എമിഷൻ സ്പെക്ട്രം. When this electron undergo transition from this excited state to the ground state, there will be emission of energy. And the spectra corresponding to this emission is known as emission spectrum. Okay, എന്താണ് emission spectrum? എന്താണ് absorption spectrum? Molecule will interact with the electromagnetic radiation in these two types. By these two types. Through absorption and through emission. Clear അല്ലേ എന്താണ് absorption spectrum? എന്താണ് emission spectrum? Then what is the relation between absorption spectrum and emission spectrum? What is the relation between these two spectrum? ഈ എമിഷൻ സ്പെക്ട്രവും അബ്സോർപ്ഷൻ സ്പെക്ട്രവും തമ്മിലുള്ള റിലേഷൻ എന്താണ്? അല്ലെങ്കിൽ അവ തമ്മിൽ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്?
Emission spectrum is exact opposite of absorption spectrum. Emission spectrum is exact opposite of absorption spectrum, or absorption spectrum is exact opposite of emission spectrum. എനിക്ക് നിങ്ങളുടെ റെസ്പോൺസ് കിട്ടാത്തത് കൊണ്ട് ഇത് കണക്റ്റഡ് ആണോ എന്നുള്ള കൺഫ്യൂഷനിലാണ്. ഓക്കെ, സോ ഏത് ലൈറ്റ് ആണ് ആ മോളിക്യൂൾ അബ്സോർബ് ചെയ്യുന്നത്? കൺസിഡർ ഗ്രീൻ ലൈറ്റ് ആണ് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ കോൺട്രാസ്റ്റ് കളറാണ് എമിഷൻ സ്പെക്ട്രത്തിൽ വരുന്നത്. ഏത് കളറാണോ അബ്സോർപ്ഷൻ സ്പെക്ട്രത്തിൽ അബ്സോർബ് ചെയ്യുന്നത്, ഏത് കളറാണോ അബ്സോർബ് ചെയ്യുന്നത് അതിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ് എമിറ്റഡ് ലൈറ്റിന്റെ കളർ. That means absorption spectrum is exact opposite of absorption spectrum, and absorption spectrum is exact opposite of emission spectrum. രണ്ടു വേണമെങ്കിലും പറയാം. ഓക്കെ, എന്താണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം, എന്താണ് എമിഷൻ സ്പെക്ട്രം? ക്ലിയർ ആണോ? Yes, ma'am. Okay. Then what is electromagnetic radiation? നിങ്ങൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ അല്ലെങ്കിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ ഡിഫറെന്റ് റീജിയൻസ് പറയാൻ പറഞ്ഞപ്പോൾ കുറെ മീനിങ് പറഞ്ഞല്ലേ, കുറെ റീജിയൻസ് പറഞ്ഞു. എന്താണ് ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ? നിങ്ങൾ പറഞ്ഞിരിക്കുന്ന യു വി റേഡിയേഷൻ എന്താണ്? യു വി റേഡിയേഷൻ അതിനൊക്കെ കോമൺ ആയിട്ട് നമുക്ക് പറയുന്ന പേരാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ആൻഡ് വി നോ ഇറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി. Electromagnetic radiation, it is a form of energy. And how can we produce this electromagnetic radiation? It is produced by electrically charged particles traveling through a matter or vacuum, or by oscillating magnetic and electric disturbance. ഈ ഒരു ഫിഗർ +1 +2 +1 or +2 ഇത് ക്ലാസ്സിലാണ് ഓർമ്മയില്ല, ഫിസിക്സിൽ കണ്ടതായിരിക്കും അല്ലേ? ഈ ഒരു ഫിഗർ there are 3 mutually perpendicular axes, one for electric field oscillation, one for magnetic field, the third one that is for propagation of the electric charge. These 3 axes are mutually perpendicular. Electric field in the axis ഉണ്ട്, magnetic field in the axis, ആ electrically charged particle ന്റെ propagation ന്റെ axis ആണ് third one. So as this electrically charged particle travels through this direction, there will be disturbances in the electric field as well as magnetic field. Electrically charged particle അതിന്റെ പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇലക്ട്രിക് ഫീൽഡിലും മാഗ്നറ്റിക് ഫീൽഡിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അങ്ങനെയാണ് ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എനിക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? സോ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന് ഇലക്ട്രിക് നേച്ചറും ഉണ്ട്, മാഗ്നറ്റിക് നേച്ചറും ഉണ്ട്. ഇനി ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനെ വേവ് ലെങ്തിന്റെ അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. Electromagnetic spectrum is the entire distribution of electromagnetic radiation according to frequency or wavelength is called as electromagnetic spectrum. Now, frequency or wavelength. Then
the relation between frequency and wavelength? Here we are arranging electromagnetic radiation according to frequency or wavelength. എന്തുകൊണ്ടാണ് അവിടെ ഓർ പറയുന്നത്? എന്താ ഫ്രീക്വൻസി വേവ്ലെങ്ത് തമ്മിലുള്ള റിലേഷൻ എന്താ? U equal to F into lambda. Yes. Yeah. Okay. Frequency equal to C into lambda ആണ്. വെലോസിറ്റി ആയിരിക്കും അല്ലേ v കൊടുത്തത്. C equal to u into lambda. Lambda mu. Then frequency കൂടുമ്പോൾ wavelength കുറയുകയാണോ കൂടുകയാണോ? ഫ്രീക്വൻസി കൂടുമ്പോൾ wavelength കൂടുകയാണോ കുറയുകയാണോ? Yes. ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ wavelength കുറയുകയാണ് അല്ലേ? Since nu proportional to 1 by lambda. ആ പ്രൊപ്പോർഷണാലിറ്റി ആണ് സി എന്തുവാ സ്പീഡ് ഓഫ് ലൈറ്റ് എന്നുള്ള കോൺസ്റ്റന്റ് വെച്ച് റീപ്ലേസ് ചെയ്യുന്നത്. സി ഈക്വൽ ടു ന്യൂ ലാംഡ എന്നായിരുന്നു. Okay, then you can see here. This is the magnitude of wavelength from 10 raised to minus 16 meter to 10 raised to 8 meter. ഇതാണ് നോർമലി ഒരു ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ കാണാൻ നമ്മൾ പറയുന്ന ഡിവിഷൻസ്. ഈ ഒരു വേവ് ലെങ്ത്തിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ കാണാൻ കഴിയുന്ന ഡിഫറെന്റ് റീജിയൻസ് ആണ് ഗാമ റേസ്, എക്സ് റേസ്, യു വി, വിസിബിൾ, IR, ഇവിടെ ഒരു മൈക്രോ ഉണ്ട്, മൈക്രോവേവ്സ് ആൻഡ് ദെൻ റേഡിയോ വേവ്സ്. ഈ ഒരു റേഞ്ച് വേവ് ലെങ്ത്തിൽ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിൽ കാണുന്ന ഡിഫറെന്റ് റീജിയൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ സ്പെക്ട്രത്തിലെ എനർജി കൂടിയ റേഡിയൻ ആണ്. സ്ക്രീനിൽ കാണുന്ന ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ എനർജി കൂടിയ റേഡിയേഷൻ ഏതാണ്? ഗാമ റേ ആണോ റേഡിയോ വേവ്സ് ആണോ? What is the relation between lambda and energy? Or frequency and energy? ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? ഈ കാണിച്ചിരിക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രത്തിലെ എനർജി കൂടിയ റേഡിയേഷൻ അതേതാണ്? എനർജി കൂടിയ റേഡിയേഷൻ
ഗാമ. Why? എന്തുകൊണ്ടാണ് ഗാമ എന്ന് പറഞ്ഞത്? What about others? നിങ്ങൾ ആ ഒപ്പീനിയന് എഗ്രി ചെയ്യുന്നോ? ജുമിനിയും ഡിയും പറഞ്ഞ ആൻസറിനോട് എഗ്രി ചെയ്യുന്നോ? ഗാമ തന്നെയാണോ, റേഡിയോ അല്ല? E equal to h into frequency. H means. So frequency കൂടുതലുള്ളതിന് എനർജി. ഓക്കെ ഓക്കെ അറിയാം. Energy is directly proportional to frequency or inversely proportional to wavelength. So wavelength കൂടിയ റേഡിയേഷൻ ആണ് എനർജി കുറവ്. വേവ് കുറഞ്ഞിരിക്കുന്ന റേഡിയേഷൻ ആണ് എനർജി കൂടുതൽ. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം 10⁻16 ആ വേവ് ലെങ്ത് ആണ് കുറവായിട്ട് വരുന്നത്. ആ റീജിയനിലാണ് ഗാമ റേസ് വരുന്നത്. സോ ഗാമ റേസ് ആണ് ഈ ഒരു സ്പെക്ട്രത്തിലെ എനർജി ഏറ്റവും കൂടിയിരിക്കുന്ന റേഡിയേഷൻ. ഇതിനു മുമ്പാണ് കോസ് റേ വരുന്നത്. അത് ഈ ഫിഗറിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഫിഗറിലുള്ള ഈ ഒരു സ്പെക്ട്രത്തിലുള്ളതെന്ന് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞത്. ഈ ഫിഗറിൽ ഗാമ മുതലാണ് തുടങ്ങുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. സോ ഗാമ റേസ് ആണ് വേവ് ലെങ്ത് ഏറ്റവും കുറവ് ഗാമ റേസിനാണ്. അതുകൊണ്ട് തന്നെ എനർജി ഏറ്റവും കൂടുതൽ ഗാമ റേസിനാണ്. And we know electromagnetic radiation, it has both wave nature and particle nature. അല്ലെ, വേവ് നേച്ചറും ഉണ്ട്, പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. Hence it has dual nature. ഇത് നമുക്ക് ഫിസിക്സ് പഠിച്ചിരിക്കുന്ന നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. വേവ് നേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് ഫിനോമിനൻ ലൈറ്റ് കാണിക്കും. അതുപോലെ പാർട്ടിക്കിൾ നേച്ചറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കുറച്ച് ഫിനോമിനൻ കാണിക്കും. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. Then the relation between frequency and wavelength. The relation between frequency and wavelength. C equal to nu lambda, where C is the speed of light, nu it is the frequency of radiation, lambda the wavelength of radiation. And what is the value of C? C ഒരു കോൺസ്റ്റന്റ് ആണല്ലേ, ബട്ട് മീഡിയം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വാല്യൂ ചേഞ്ച് ചെയ്യാം. എങ്കിലും വാക്വത്തിലെ സിയുടെ വാല്യൂ എത്രയാണ്? സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വേക്വം. അവരാകെ speed of light in vacuum. ടൈപ്പ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. And we know there is a relation. 10⁻7 ആണോ? Okay, 3 into 10⁸8. Yes, Divina. Here 8 ആണ്. 3 into 10⁸8 meter per second. 3 into 10⁸8 meter per second. Okay, യൂണിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ ആ 10 പവറിന് ചേഞ്ച് വരുന്നുണ്ട്. Okay, 3 into 10⁸8 meter per second. Then we have an equation according to Max Planck. E equal to h nu. E equal to h nu, where E is the energy of radiation
H is Planck's constant, which is equal to 6.626 into 10 raised to minus 34 joules second. And we know mu equal to C lambda from the above equation. So we are replacing mu using C by lambda. That is E equal to HC by lambda. And we know 1 by lambda is mu bar. That is the wave number. 1 by lambda. 1 by lambda is wave number mu bar. So the equation can be changed into E equal to HC mu bar. According to Max Planck, we have the equation E equal to H nu. And we are replacing frequency of radiation using C by lambda. Therefore, the equation changes into HC by lambda. And we know 1 by lambda equal to nu bar, that is wave number. Hence, this equation will become E equal to HC nu bar. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻസ് ആണല്ലേ. നമ്മൾ ഇതിനു മുമ്പേ കണ്ടിട്ടും പറഞ്ഞിട്ടും ഒക്കെയുള്ള ഇക്വേഷൻസ് ആണ്.